കൊല്ലം ആശ്രാമം മൈതാനത്തെ വയോധികന്റെ കൊലപാതകം മാസങ്ങൾ നീണ്ട ആസൂത്രണമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട പാപ്പച്ചനെ ആശ്രാമത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പ്രതികൾ 50 ലക്ഷം രൂപ കവർന്നെന്നും പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീറയാണ് ചേരുന്നത്. ഷമീർ, ഏറെ നിർണായകമായ ഒരു വാർത്ത, ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലുള്ള കൊലപാതകം, എന്നാൽ അത് ഒരു അപകട മരണമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. എന്തെല്ലാമാണ് ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ഈ മിനി മുത്തൂറ്റ് ലിമിറ്റഡിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു പരാതി. അതായത് മിനി മുത്തൂറ്റിൽ നിക്ഷേപിച്ചിരുന്ന പണം, അതായത് പാപ്പച്ചന്റെ 80 ലക്ഷത്തോളം രൂപയുടെ പണം അവിടുത്തെ 2 ജീവനക്കാർ ചേർന്ന് തട്ടിയെടുക്കുകയായിരുന്നു. ഇതിനുശേഷം പണം നിക്ഷേപിച്ച ആളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പൊരുൾ. ഇതുമായി ബന്ധപ്പെട്ട് മാസങ്ങൾ നീണ്ട ആസൂത്രണം ഇവിടുത്തെ ജീവനക്കാരായ സരിത, അതുപോലെ തന്നെ അനൂപ് തുടങ്ങിയവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ബാങ്കിൽ ഇന്റേണലായി ചില ഓഡിറ്റുകൾ നടന്നിരുന്നു. ആ ഓഡിറ്റിൽ ഇവരെ ബാങ്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒന്നിലധികം പേർക്ക് ഇത്തരത്തിൽ മിനി മുത്തൂറ്റിൽ പണം സ്ഥിരം നിക്ഷേപം ഇട്ടിരുന്ന പലരുടെയും പണം ഇത്തരത്തിൽ ഇവർ തിരിമറി നടത്തിയെന്ന് ഇവരുടെ ഇന്റേണൽ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വിശ്വാസം, അതായത് കൊല്ലപ്പെട്ട പാപ്പച്ചന്റെ വിശ്വാസം ഇവർ നേടിയെടുത്ത ശേഷമാണ് സരിത ഇത്തരത്തിലൊരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. ഇതിനായി ഇവർ മുമ്പ് ജോലി ചെയ്തിരുന്ന ജയറാം ഫിനാൻസിലെ CC മറ്റും വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്ന ആളെയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിനായി നിയോഗിക്കുന്നത്. പിന്നീട് ഇയാൾ കാർ ഉപയോഗിച്ച് ഇയാളെ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം അവിടെ ഇവർ സജ്ജീകരിച്ചിരുന്ന ആംബുലൻസിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും 2-ാം ദിവസം പാപ്പച്ചൻ മരണപ്പെടുകയും ചെയ്തു. പാപ്പച്ചന്റെ അക്കൗണ്ടിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ട് മകൾക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. മകൾ ഇതിനു ശേഷം മരണശേഷം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം സിറ്റി പോലീസ് 100-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ച് ഈ വാഹനത്തെ കണ്ടെത്തുകയും വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന പ്രതി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അനുമോനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതൊരു കൊട്ടേഷൻ കൊലപാതകമാണെന്നും മിനി മുത്തൂറ്റിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ സ്ഥിര നിക്ഷേപം തട്ടിയെടുക്കാൻ വേണ്ടി ഈ 82 വയസ്സുള്ള വയോധികനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്നും കണ്ടെത്തുകയുമായിരുന്നു. എന്തായാലും 50 ലക്ഷത്തോളം രൂപ പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്നും ഈ സരിതയും അതുപോലെ സഹജീവനക്കാരനായ അനൂപും ചേർന്ന് തട്ടിയെടുത്തു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേരുടെ പണം ഇടപാടുകളിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മിനി മുത്തൂറ്റ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കൊല്ലം സിറ്റി പോലീസ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ രേഖപ്പെടുത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. സ്വാതി. ശരി ഷമീർ, ഇപ്പോൾ വന്ന വാർത്തയാണ്. കൊല്ലം ആശ്രാമം മൈതാനത്തെ വയോധികന്റെ കൊലപാതകം മാസങ്ങൾ നീണ്ട ആസൂത്രണമെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ട പാപ്പച്ചനെ ആശ്രാമത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. 50 ലക്ഷം രൂപ കവർന്നെന്നും പോലീസ് വ്യക്തമാക്കുന്നു.